സ്ക്രീനിൽ കണ്ടതുപോലെ വിറങ്ങലിച്ചിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 100 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഏറ്റവും പുതിയ വിവരം 128 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 200 അംഗ സൈനിക സംഘവും ഏഴിമല നാവികസേനാ സംഘവും സ്ഥലത്തുണ്ട്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. ദുരന്തമുഖത്ത് കുടുങ്ങിയവരെ റോപ്പ് ഉപയോഗിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മറുകരയിൽ എത്തിക്കുകയാണ്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, രാത്രി ദൃശ്യങ്ങളോടൊപ്പം അമൽ എന്തൊക്കെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? വലിയ ആശങ്കയുണ്ട്. ഈ രാത്രി കോടമഞ്ഞും വലിയ മഴയും ഒക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി കനക്കുമ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത്? എന്താണ് വയനാടിന്റെ ചിത്രം ഇപ്പോൾ? വിജയ്, തീർച്ചയായും വലിയ ആശങ്കയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലവിലെ മരണസംഖ്യ 128ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം ഫിജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വെല്ലുവിളിയായി അവിടെയുള്ളത് കാലാവസ്ഥ തന്നെയാണ്. കാരണം നിലവിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരുട്ടിനെ തരണം ചെയ്തുകൊണ്ട് വേണം അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടത്താൻ. ഒപ്പം തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഇത് വലിയൊരു പ്രതിസന്ധിയായി മാറുവാൻ വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ ഇനിയും ഉരുൾപൊട്ടലിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിരവധി പേരായിരുന്നു കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായ ചൂരൽമല ഭാഗത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഇവിടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ താൽക്കാലികമായി ഉണ്ടായ, അതായത് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് താൽക്കാലികമായി ഉണ്ടായ പാലം ഈ ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. അതിനുശേഷം അതായത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യം റോപ്പ് ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നത്. പിന്നീട് സേനയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന നിരവധി പേര്, അതായത് ഏകദേശം പൂർണ്ണമായും ആൾക്കാരെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇപ്പോഴും ചിലർ അവിടെ ഉണ്ടെങ്കിലും അവർ അവിടെ സുരക്ഷിതമായി നിൽക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഇവരെ അവിടെ നിന്നും സുരക്ഷിതമായി മറുഭാഗത്തേക്ക് എത്തിക്കാൻ ഉണ്ടായ സേനയുടെ ഭാഗമായുള്ളവർ കൂടി മാത്രമാണ് നിലവിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിലവിലുള്ളത്. അല്പസമയത്തിനകം ഇവരെയും കൂടി അവിടെ നിന്നും ഒഴിപ്പിക്കും എന്ന രീതിയിലുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹങ്ങളിൽ 55 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായും നിലവിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമീപത്ത് ഉള്ള പള്ളികൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കിയായിരുന്നു അവിടെ പരിക്കേറ്റവർക്കുള്ള ശുശ്രൂഷകൾ അടക്കം നടന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ചെറിയ കുട്ടികളെ അടക്കം കാണാതായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അടക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഫ്രീസറിൻ്റെ ലഭ്യതയില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതായത് മൃതദേഹങ്ങളിൽ 45ഓളം മൃതദേഹങ്ങൾ മാത്രമേ നിലവിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും സൂക്ഷിക്കാനുള്ള ഫ്രീസറുകൾ സംഭവസ്ഥലത്തില്ല എന്നത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു വലിയ ഒരു ടൗൺ ഇല്ലാതായത്. അവിടെ ഏതാനും വീടുകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരവധി പേരായിരുന്നു, അതായത് 128ഓളം പേരായിരുന്നു മരണപ്പെട്ടത്. നിരവധി പേർക്കായിരുന്നു ഇതിൽ സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും വളരെ പെട്ടെന്നുണ്ടായ ഒരു രക്ഷാപ്രവർത്തനം എന്നതും കൂടിയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എല്ലാ വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സേനകളും സംഭവസ്ഥലത്തെത്തുകയും അവരുടെ നേതൃത്വത്തിൽ, അധികൃതരുടെ അടക്കം നേതൃത്വത്തിൽ വലിയ അതായത് വളരെ പെട്ടെന്ന് വളരെ വേഗതയോടുകൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. NDRFൻ്റെയും ഒപ്പം തന്നെ കരസേനയുടെയും നാവികസേനയുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി പേരെ ഇപ്പോൾ സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടില്ല. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ചെറിയ വെല്ലുവിളികൾ ഒക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫിജി.
ശരി, അമലിലേക്ക് ഞാൻ തിരികെ എത്താം. പ്രേക്ഷകർക്ക് ഒരു വശത്ത് കാണാം രക്ഷാപ്രവർത്തനം രാത്രിയിലും പുരോഗമിക്കുന്നതിന്റെ ദൃശ്യം. മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടെ സന്നദ്ധമായി നിൽക്കുന്നു, അവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈന്യവും നാട്ടുകാരും ഒക്കെ അവിടെ സഹകരിക്കുന്നുണ്ട്. പുഴയ്ക്ക് മറുകരയിലുള്ളവരെ ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ആ പ്രവൃത്തിയാണ് അവിടെ താൽക്കാലിക വെളിച്ചം